ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 5-ാമത്തെ ശ്ലോകം നോക്കാം. ഇനിയുള്ള 2 ശ്ലോകങ്ങളിലായിട്ട് ഇവിടെ നമ്മൾ തൊട്ട് മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, പൂതന തൻ്റെ രൂപത്തെയൊക്കെ മാറ്റി മായയാൽ ഒരു സുന്ദരിയുടെ രൂപം ധരിച്ചുകൊണ്ടാണ് ഇവിടെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആ ഗോകുലത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇനിയുള്ള 2 ശ്ലോകങ്ങളിൽ ആ രൂപമാറ്റം ഏതൊക്കെ രീതിയിൽ ഭംഗിയാർന്ന ഒരു സ്ത്രീരൂപമാണ് ആ പൂതന സ്വീകരിച്ചത്, ധരിച്ചിരുന്നത് എന്നാണ് വർണ്ണിക്കുന്നത്. ഈ 2 ശ്ലോകങ്ങളിൽ 5ഉം 6ഉം ശ്ലോകങ്ങളിൽ പൂതനയുടെ ശരീര സൗന്ദര്യത്തിൻ്റെ വർണ്ണനയാണ്. നമുക്ക് ആ ശ്ലോകത്തിലേക്ക് കടക്കാം. ആദ്യം 5-ാമത്തെ ശ്ലോകം. താം കേശബന്ധവ്യതിഷിക്തമല്ലികാം ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണദ്വിഷോലസത് കുന്തളമണ്ഡിതാനനാം. ഇവിടെ നമുക്ക് ഒരു സംശയം തോന്നാം. വ്യാസഭഗവാൻ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ സൗന്ദര്യത്തെ ഇത്രയേറെ വർണ്ണിച്ചിരിക്കുന്നത്? കാരണം ദേഹബോധം തീരെയില്ലാത്ത സദാ ദേവഭാവത്തിൽ കഴിയുന്ന വ്യാസഭഗവാന് ഒരു സ്ത്രീ രൂപം എന്തിനു വേണ്ടി വർണ്ണിച്ചു എന്നാണെങ്കിൽ, ഇത് നമുക്കായിക്കൊണ്ടാണ് ഈ വർണ്ണന. ശ്രീശുക മഹർഷി ഇങ്ങനെ ഒരു നമ്മൾ വ്യാസഭഗവാന് ശ്രീമദ് ഭാഗവതം രചിച്ച വ്യാസഭഗവാനായാലും പരീക്ഷിത്ത് മഹാരാജാവിന് ഈ ഒരു ശ്രീമദ് ഭാഗവത കഥ പറഞ്ഞു കൊടുക്കുന്ന ശ്രീശുക മഹർഷിക്കാണെങ്കിലും ദേഹബോധം തീരെയില്ലാത്തവരാണ്. അവർക്ക് ആ പരമമായ തത്വത്തെ നന്നായി ഗ്രഹിച്ചതുകൊണ്ട് തന്നെ ആ താത്വികമായ തലത്തിലേക്ക് ദേഹബോധം ഉപേക്ഷിച്ച് പൂർണ്ണമായും ആ ഒരു ഉണ്മയുടെ തലത്തിൽ നിൽക്കുന്നവരാണ്. എന്നിട്ടും ഇവിടെ ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനായിക്കൊണ്ടും ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീ വ്യാസഭഗവാൻ നമുക്കായിക്കൊണ്ടും ഈ രൂപത്തെ വർണ്ണിക്കുന്നത്, പൂതന എന്നത് നമ്മളിൽ ഓരോരുത്തരും തന്നെയാണ്. എത്രയോ അരുതാത്ത വിചാരങ്ങൾ, നെഗറ്റീവ് തോട്ട്സ് അനുദിനം നമ്മളിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു പക്ഷേ നമ്മുടെ നിയന്ത്രണത്തിലല്ലാതെ ആ മായയുടെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ഓരോ സൃഷ്ടിയും നമ്മളറിയാതെ പലപ്പോഴും ആ ഒരു ചുഴിയിൽ പതിക്കുന്നില്ലേ എന്ന് നിത്യവും ഒന്ന് വിചിന്തനം ചെയ്താൽ നമുക്ക് മനസ്സിലാകും. ഈ പൂതന നമ്മൾ ഓരോരുത്തരിലുമുണ്ട്. അതിന് ശിശുഹത്യ ചെയ്യണമെന്നില്ല. ഇവിടെ പൂതന ചെയ്യുന്നത് ശിശുഹത്യയാണെങ്കിലും നമ്മൾ ആരെയും കൊന്നില്ലെങ്കിൽ പോലും അരുതാത്ത ചിന്തകൾ ഒരു ദിവസം ഒരു തവണയെങ്കിലും നമ്മളിൽ കൂടി കടന്നു പോകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ പൂതനയിൽ ധാരാളം തമോ ഗുണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭഗവാനെ കാണാൻ വരുന്ന ആ ഭഗവത് ദർശനത്തിനായി വരുന്ന പൂതന ഇവിടെ രൂപമാറ്റം വരുത്തിക്കൊണ്ടാണ് ഭഗവാന്റെ സമീപത്തേക്ക് വരുന്നത്. നമുക്കറിയാം, നമ്മളുമൊക്കെ പോകുന്നത് എവിടേക്കാണോ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മളുമൊക്കെ ഭാവമാറ്റം വരുത്തുന്നവരാണ്, അല്ലേ? അതൊരു സാമാന്യമായ ഒരു രീതിയാണ്, ഒരു മര്യാദയാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ നമ്മളുടെ വസ്ത്രധാരണ രീതിയും അതേപോലെ തന്നെ നമ്മുടെ ഭാവവുമൊക്കെ ആ സാഹചര്യത്തിന് അനുസൃതമായിട്ടായിരിക്കും. എന്നാൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വസ്ത്രധാരണ രീതി, വേഷഭൂഷാദികൾ, നമ്മുടെ ഭാവമൊക്കെ അതിനനുസൃതമായിട്ടാവും. ഇവിടെ സാക്ഷാൽ സച്ചിദാനന്ദ സ്വരൂപനെ കാണാൻ വരുന്ന പൂതന ആ രാക്ഷസഭാവം വെടിഞ്ഞുകൊണ്ട്
ഒരു ശാന്തിയുടെ, സമാധാനത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ ഭാവപ്പകർച്ച കൈക്കൊണ്ടുവെങ്കിൽ അതിൽ തീരെ അതിശയോക്തിയില്ല എന്ന് തന്നെ കാണാം. ഇതൊക്കെ നമ്മളും ചെയ്യുന്ന കാര്യങ്ങളാണ്. പോരായെങ്കിൽ പൂതന ഇപ്പോൾ വരുന്നത് ആ പരമാനന്ദ സ്വരൂപത്തെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ആ സൗന്ദര്യത്തിടമ്പിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ സൗന്ദര്യ രൂപം ധരിച്ചു എന്നതിൽ അതിശയോക്തി നമുക്ക് കാണാൻ കഴിയുകയില്ല. ഇവിടെ പൂതന ഭഗവാനെ കാണാൻ വരുമ്പോൾ ഉള്ള ആ സൗന്ദര്യ വർണ്ണന നടത്തുന്നത് നാരായണീയത്തിൽ ഭഗവാനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് പറയുന്നു, ഭഗവാൻ എന്നത് സൗന്ദര്യോത്തരതോപി സുന്ദരതരം. അല്ലെ, സൗന്ദര്യത്തിന് മറ്റൊരു വാക്കുണ്ടെങ്കിൽ അത് ഭഗവാനാണ്. അഥവാ ഭഗവാനെ വർണ്ണിക്കാൻ സൗന്ദര്യമെന്ന വാക്കിനു പോലും പരിമിതി ഉണ്ടാകുന്നു. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അടുത്തേക്ക് പൂതന ഇപ്പോൾ കടന്നു വരുന്നത് ഒരല്പമെങ്കിലും സൗന്ദര്യം തനിക്കും വേണ്ടേ ആ ഭഗവാനെ കാണാൻ പോകുമ്പോൾ, ആ സൗന്ദര്യ തിടമ്പിനെ കാണുമ്പോൾ എന്ന് തോന്നിയത് കൊണ്ടാവാം സുന്ദരീഭാവം കൈക്കൊണ്ടത്. നമുക്കിനി നോക്കാം ശ്ലോകത്തിലൂടെ ആ സൗന്ദര്യം എങ്ങനെയായിരുന്നുവെന്ന്. പദങ്ങളുടെ അർത്ഥം നോക്കാം. താം, താം എന്നാൽ ആ കേശബന്ധ വ്യതിഷിക്ത മല്ലികാം. കേശം എന്നാൽ മുടി, കേശബന്ധം ബന്ധിച്ച കേശത്തിൽ അഥവാ കെട്ടിവെച്ച മുടിയിൽ വ്യതിഷിക്ത മല്ലികാം. മല്ലിക എന്നാൽ മല്ലികപ്പൂവ്. വ്യതിഷിക്ത ചൂടിയ. അപ്പോൾ കെട്ടിവെച്ച ആ വാർമുടിക്കെട്ടിൽ മല്ലികപ്പൂവൊക്കെ ചൂടിക്കൊണ്ടാണ് വരുന്നത്. അന്ന് കാലത്ത് ഗോകുലത്തിലെ സ്ത്രീകളെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നിടത്ത് നമുക്ക് കാണാം, ഇതേപോലെയാണ് ഗോകുലത്തിലെ സ്ത്രീകളൊക്കെ രാവിലെ കുളിച്ച് ആ മുടിക്കെട്ടിൽ മല്ലികപ്പൂ ചൂടി. അങ്ങനെയായിരുന്നു അത്രേ അന്ന് കാലത്ത് സത്തുക്കളായ സ്ത്രീകൾ നടന്നിരുന്നത് എന്ന് കാണാറുണ്ട്. ഇവിടെ ആ സദ്ഭാവത്തെ കൈക്കൊണ്ടു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്ന മുടിയൊക്കെ കെട്ടിവെച്ച് അതിൽ മല്ലികപ്പൂ ചൂടിക്കൊണ്ട് ആണ് അവൾ, ആ പൂതന. പിന്നെയോ ബൃഹന്നിതംബസ്തന കൃച്ഛ്രമധ്യമാം. ബൃഹത് എന്ന് പറഞ്ഞാൽ വളരെ വലിയ, തടിച്ച എന്നർത്ഥം. നിതംബം എന്നാൽ പൃഷ്ഠഭാഗത്തോടു കൂടിയ. പിന്നെയോ പൃഷ്ഠഭാഗം മാത്രമല്ല, വലിയ സ്തന കൃച്ഛ്രമധ്യമാം, സ്തനങ്ങളും വലുതായിരുന്നു. നമ്മൾ ചില കവിതകളിലൊക്കെ പൂതനയെ വർണ്ണിക്കുമ്പോൾ കാണാം, പന്തൊക്കും മുലകളുമായിട്ടായിരുന്നു വന്നിരുന്നത് അത്രേ. അപ്പോൾ തടിച്ച നിതംബ ഭാഗത്തോടും പൃഷ്ഠഭാഗത്തോടും സ്തനങ്ങളോടും കൂടിയതും, എന്നാൽ കൃച്ഛ്രമധ്യമാം. മധ്യമ എന്ന് പറഞ്ഞാൽ ആ ഇടയ്ക്കുള്ള ഭാഗം അഥവാ അരക്കെട്ട് എങ്ങനെയായിരുന്നു? കൃച്ഛ്ര, ഇടുങ്ങിയതായിരുന്നു, ഒതുങ്ങിയ അരക്കെട്ടോടുകൂടിയ. ഇവിടെ സ്ത്രീ സൗന്ദര്യത്തിന് എങ്ങനെയാണോ കവികൾ ഭാഷ്യം കൽപ്പിച്ചിരിക്കുന്നത് അഥവാ അതിനൊരു ലിഖിത രൂപം കൽപ്പിച്ചിരിക്കുന്നത്, അപ്രകാരം അതീവ സൗന്ദര്യം ആ ശരീരത്തിൽ ഭാവം വരുത്തിക്കൊണ്ടായിരുന്നു പൂതന വന്നത്. അതുകൊണ്ട് പറയുകയാണ്, തടിച്ച വലിയ സ്തനങ്ങളോടും നിതംബ ഭാഗത്തോടും പൃഷ്ഠഭാഗത്തോടും ഒപ്പം ഇടുങ്ങിയ അല്ലെങ്കിൽ ഒതുങ്ങിയ അരക്കെട്ടോടുകൂടിയും. പിന്നെയോ സുവാസസം. സുവാസസം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരങ്ങളായ വിശേഷപ്പെട്ട വസ്ത്രങ്ങളോടുകൂടിയും. പിന്നെയോ കമ്പിത കർണഭൂഷണ ത്വിഷോലസത് കുന്തളമണ്ഡിതാനനാം. കുറച്ച് വലിയ പദമാണ്.
അത് കമ്പിത കർണഭൂഷണത്വിഷ ഉല്ലസ കുന്തളമണ്ഡിതാനനാം. ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ്. കമ്പിത കമ്പിത കർണഭൂഷണത്വിഷോല്ലസത് കുന്തളമണ്ഡിതാനനാം. കമ്പിത എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചലിക്കുന്നത്, വിറയ്ക്കുന്നത് എന്നുള്ള, കമ്പനം കൊള്ളുക. കമ്പിത കർണഭൂഷണത്വിഷ, കർണഭൂഷണം കാതിലണിഞ്ഞിരിക്കുന്ന ആ ആഭരണം. ത്വിഷ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാന്തി കൊണ്ട്, അതിൻ്റെ ആ ഒരു അതിൽ നിന്ന് അതിൻ്റെ ആ ഒരു തിളക്കം കൊണ്ട്. അപ്പോൾ കർണത്തിൽ കിടക്കുന്ന ആഭരണങ്ങൾ, ആ കർണാഭരണം അങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്, ഇളകി ആടിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ ആ ഒരു ശോഭ കൊണ്ട് ഉല്ലസത് കുന്തളമണ്ഡിതാനനാം. ഉല്ലസത് എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന, കുന്തളമണ്ഡിതാനനാം ആ തലമുടിയിൽ അലങ്കൃതമായിട്ടുള്ള മുഖത്തോടും കൂടിയവൾ. എത്ര മനോഹരമായിട്ടാണ് വ്യാസഭഗവാൻ ആ പൂതനയെ ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ പൂതനയ്ക്കൊരു രാക്ഷസീയ ഭാവമാണെങ്കിൽ, ആ ഭാവം പിന്നീട് വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരുന്ന പൂതനയുടെ ഭാവം അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് അതിസുന്ദരിയായിട്ടാണ്. ഒരു സ്ത്രീ സൗന്ദര്യത്തിൻ്റെ സങ്കല്പത്തിൽ എങ്ങനെയൊക്കെയാണോ ഒരു സ്ത്രീ ശരീരഭാഗങ്ങൾ ഉണ്ടാകേണ്ടത്, ആ ശരീരകാന്തി എങ്ങനെയാണോ അതേപോലെയൊക്കെയാണ് ഇവിടെ പൂതനയെ നമുക്കിവിടെ കാണിച്ചു തരുന്നത്. പറയുകയാണ്, കാതുകളിൽ ഇളകിയാടുന്ന കുണ്ടലങ്ങൾ അഥവാ ആ കർണാഭരണങ്ങൾ അതിൻ്റെ ശോഭ കൊണ്ട്, അങ്ങനെ ഇളകിയാടുന്ന കർണങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ആ നടപ്പ് അങ്ങനെയാണ് എന്നുകൂടി ഇവിടെ പറയാതെ പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വ്യാസഭഗവാൻ. ആ നടപ്പിനൊരു കാന്തിയുണ്ട്, അതിനൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ചാണ് കർണത്തിലെ ആഭരണങ്ങൾ അങ്ങനെ ഇളകിയാടുന്നത്. ആ ഇളകിയാടുന്ന കർണാഭരണങ്ങളുടെ, കമ്മലുകളുടെ, കാതിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളുടെ കാന്തി കൊണ്ട് മല്ലികപ്പൂ ചൂടിയ കെട്ടിവച്ചിരിക്കുന്ന ആ മുടിക്കു പോലും അതിൻ്റെ ആ ശോഭ ഭംഗി കലർത്തുന്നു. ഇങ്ങനെ ആകെ ശോഭിച്ച മുഖത്തോടു കൂടിയവളാണ് പൂതന. കഴിഞ്ഞില്ല, വളരെ വിശേഷപ്പെട്ട മനോഹരങ്ങളായ വേഷങ്ങൾ അണിഞ്ഞിരിക്കുന്നു. ശരീര സൗന്ദര്യത്തെ പറയാനാണെങ്കിൽ തടിച്ച പൃഷ്ഠഭാഗത്തോടും സ്തനങ്ങളോടും കൂടിയ പൂതനയുടെ അരക്കെട്ടുകൾ വളരെ ഒതുങ്ങിയവയാണ്. ഇങ്ങനെയൊക്കെയാണ് ആ പൂതനയുടെ ശരീര സൗന്ദര്യം. ഇങ്ങനെയുള്ള ഈ സൗന്ദര്യം തുളുമ്പുന്ന ഈ ശരീരം സ്വീകരിച്ചുകൊണ്ട് പൂതന കഴിഞ്ഞില്ല. പൂതനയുടെ സൗന്ദര്യ വർണ്ണന അടുത്ത ശ്ലോകത്തിൽ നമുക്ക് കാണാം. ഇപ്പോൾ നമുക്കൊരു ഏകദേശ ധാരണ നമുക്കൊന്ന് മനസ്സിലാക്കാൻ, എങ്ങനെയാണ് ആ പൂതന ഭഗവാനെ കാണാൻ വന്നത്. സൗന്ദര്യമൂർത്തിയായിരിക്കുന്ന ഭഗവാന്റെ അടുത്തേക്ക് പൂതന വരുന്നത് ഒരു പക്ഷേ പൂതനെ അറിഞ്ഞിട്ടില്ലെങ്കിലും തൻ്റെ മായയുടെ വൈഭവത്താൽ ഇങ്ങനെയൊക്കെ ഒരു രൂപം ധരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് വരുമ്പോൾ പൂതന പോലും അറിയുന്നുണ്ടാവില്ല. പൂതനയല്ലാത്ത തന്നെ പൂതയാക്കാൻ കഴിവുള്ള മായയ്ക്ക് അതീതനായ ആ സ്വരൂപത്തിൻ്റെ അടുത്തേക്കാണ് താൻ വരുന്നതെന്ന് ഒരു പക്ഷേ പൂതന പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ വരുന്ന ഭാവം, ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് ഏതു ഭാവത്തിലുമായിക്കോട്ടെ, ഭഗവാൻ അതിനെയൊക്കെ ശുദ്ധീകരിച്ച് തന്നെ വിടും. അഗ്നിയിലേക്ക് എന്തിട്ടാലും
അശുദ്ധമായിട്ടുള്ളതൊക്കെ അതിലേക്ക് ലയിച്ചു ചേർന്ന് പരിശുദ്ധമായത് മാത്രം പുറത്തേക്ക് തരുന്നത് പോലെ നമ്മൾ സ്വർണം ഉരുക്കുമ്പോൾ അത് പരിശുദ്ധമായി തീരുന്നത് പോലെ അതിൽ നിന്നും പുറത്തേക്ക് വരുന്നത് പരിശുദ്ധമായ ഭാവത്തിലാണ്, രൂപത്തിലാണ് സ്വർണം വരുന്നത് എന്നതുപോലെ രാമായണത്തിലും നമുക്ക് കാണാം. ഇതുപോലെ അഗ്നിയിൽ പ്രവേശിക്കുന്ന സീതാദേവി അത് പരിശുദ്ധമായതുകൊണ്ട് തന്നെ, അല്പം പോലും കളങ്കം പറ്റിയിട്ടില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് വരുന്നതും അതേ ഭാവത്തിൽ യാതൊരു കോട്ടവും സംഭവിക്കാതെ പുറത്തേക്ക് വരുന്നത് പോലെ ഇവിടെ ഭഗവാനിലേക്ക് എത്തിച്ചേരുന്ന പൂതയായി മാറി പരിശുദ്ധയായി മാറാനുള്ള ഒരു വരവാണ്. ഇവിടെ മായാ സങ്കല്പത്തിൽ അല്ലെങ്കിൽ മായയെ വരിച്ചുകൊണ്ട് തൻ്റെ മായയാൽ രൂപമാറ്റം വരുത്തിക്കൊണ്ട് പൂതന ഇപ്പോൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത്. ഇനിയും സൗന്ദര്യവർണ്ണന അടുത്ത ശ്ലോകത്തിലുമുണ്ട്, നമുക്കത് തുടർന്ന് കാണാം. ഇപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ സാമാന്യനെയുള്ള അർത്ഥമാണ് നമ്മളൊന്ന് വിചാരം ചെയ്തത്. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. താം കേശബന്ധവ്യതിഷിക്തമല്ലികാം ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണദ്വിഷോല്ലസത്കുന്തളമണ്ഡിതാനനാം. ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കൂടി ഒന്ന് നോക്കാം. നമുക്ക് ആദ്യത്തെ പാദത്തിൽ കേശബന്ധവ്യതിഷിക്തമല്ലികാം അത് ചേർത്ത് തന്നെ വായിക്കുക. തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ചില വാക്കുകൾ, ചില പദങ്ങൾ പോരെങ്കിൽ സമസ്ത പദങ്ങൾ വായിക്കുമ്പോൾ ചേർത്ത് വായിക്കണമെന്ന് പറയുന്നിടത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. നമ്മൾ ചെറിയ പദങ്ങളായി അതിലെ അർത്ഥം പറയുന്നത് കൊണ്ട് അത് ചേർത്ത് വായിച്ച് പരിശീലിക്കാൻ ശ്രമിക്കുക. അടുത്ത വരിയും ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം അതും ചേർത്ത് വായിക്കേണ്ടതാണ്. അതിൻ്റെ അടുത്ത പദത്തിൽ വരുമ്പോൾ മൂന്നാമത്തെ വരിയുടെ രണ്ടാമത്തെ വാക്ക് മുതൽ നാലാമത്തെ വരി മുഴുവനും തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ്. കമ്പിത കർണഭൂഷണദ്വിഷോല്ലസത്കുന്തളമണ്ഡിതാനനാം അതത്രയും ചേർത്ത് തന്നെ വായിക്കേണ്ടതാണ്. ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയാലും കഴിയുന്നതും അവിടെ പദങ്ങൾ ഛേദിക്കാതെ ചേർത്ത് തന്നെ വായിക്കുക. അതുപോലെ മണ്ഡിതാനനം, ആനനമാണ്, മുഖം എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഉല്ലസതാണ്, അവിടെയും ശ്രദ്ധിച്ച് വായിക്കുക. ഇനിയും ഈ ഒരു ശ്ലോകത്തിലെ അന്വയക്രമത്തിലുള്ള പദവിന്യാസം പറയാം. കേശബന്ധവ്യതിഷിക്തമല്ലികാം ബൃഹന്നിതംബസ്തനകൃച്ഛ്രമധ്യമാം സുവാസസം കമ്പിതകർണഭൂഷണദ്വിഷാ ഉല്ലസത്കുന്തളമണ്ഡിതാനനാം. ഇവിടം കൊണ്ട് ആ ശ്ലോകത്തിൻ്റെ മുഴുവൻ അർത്ഥം പൂർണ്ണമാകുന്നില്ല, അടുത്ത ശ്ലോകത്തിൽ കൂടി വരുന്നുണ്ട്. നമുക്ക് അതും കൂടി ചേർത്താണ് പറയേണ്ടത്, പക്ഷെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അത് പറയാമെന്ന് കരുതുന്നു. ഇവിടെ ആ പൂതനയെ കൊല്ലാൻ വരുന്ന പൂതനയെ കൊല്ലാൻ ഭഗവാൻ വരികയല്ല, ഭഗവാന്റെ അടുത്തേക്ക് പൂതന വരികയാണ്. ഇവിടെയും നമുക്ക് കാണാം ഭഗവാന്റെ ലീലയുടെ തുടക്കം ഒരു സ്ത്രീവധത്തിൽ നിന്നാണ്. രാമാവതാരത്തിലും താടകയെ കൊന്നുകൊണ്ടാണ് ഭഗവാന്റെ ലീലകൾ ആരംഭിക്കുന്നതെങ്കിൽ അവിടെയും വളരെ ചെറിയ പ്രായമായിരുന്നു, കുമാരനായിരുന്നു. ആ പ്രായത്തിൽ കൗമാരത്തിലാണ് തുടങ്ങിയതെങ്കിൽ ഇവിടെ ജനിച്ച് 6-ാം ദിവസം തന്നെ ഭഗവാൻ തൻ്റെ ലീല തുടങ്ങുകയാണ്. അവിടെ താടകയെ കൊന്നുകൊണ്ട് സ്ത്രീവധത്തിലൂടെ ആദ്യം ശ്രീരാമചന്ദ്ര ഭഗവാൻ തൻ്റെ ലീല ആരംഭിച്ചുവെങ്കിൽ ഇവിടെ 6-ാമത്തെ ദിവസം പൂതനയെ തന്നെ വധിച്ചുകൊണ്ട്, വധം എന്ന് പറയരുത് എന്ന് സജ്ജനങ്ങൾ പറയാറുണ്ട്. മോക്ഷം, പൂതന മോക്ഷമാണ്, പൂതനയെ വധിക്കുക എന്ന് പറയരുതെന്ന് പറയാറുണ്ട്.
എങ്കിലും ആ ഒരു ദേഹത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഭഗവാൻ മോക്ഷത്തിലേക്ക് പൂതനയെ ഉയർത്തിയ ലീല ഭഗവാൻ ഭൂമിയിൽ പിറന്നു വീണ 6ാമത്തെ നാൾ തന്നെ തുടങ്ങുകയാണ്. ആദ്യത്തെ ലീല ഒരു സ്ത്രീവധം നടത്തിക്കൊണ്ട് തന്നെയാണ്. അവിടെയും നമുക്ക് തോന്നാം ഇങ്ങനെ ഒരു സ്ത്രീവധം. നമുക്ക് രാമാവതാരത്തിൽ ഭഗവാന് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഒരു നിമിഷം ശങ്കിച്ച് നിൽക്കുന്നുണ്ട്. സ്ത്രീവധം അത് ധർമ്മമോ എന്നൊരു സന്ദേഹം വരുന്നുണ്ട് അവിടെ. നമ്മൾ പറയാറുണ്ട് പെണ്ണൊരുമ്പെട്ടാൽ അല്ലെ, സ്ത്രീകൾ നന്നായാൽ പലപ്പോഴും ഈ ലോകം തന്നെ നന്നാവും. അത് ലോകത്തെ നേർവഴി കാണിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ലോകത്തെ നന്നാക്കാനും അമ്മയായും സഹോദരിയായും ഭാര്യയായും മകളായും ഗുരുവായും ഏതു ഭാവത്തിലും സ്ത്രീ നല്ലതായി നിന്നാൽ, സ്ത്രീ ധർമ്മത്തിൽ ഉറച്ചു നിന്നാൽ, സ്ത്രീ വഴികാട്ടിയായി നിന്നാൽ ഈ ലോകത്തെ നയിക്കാൻ സ്ത്രീക്ക് കഴിയുന്നതുപോലെ ഒരു പക്ഷേ ഒരു പുരുഷൻ അത്രയും ഭംഗിയായി ഇത്രയും ഭാവങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ ഒരു പുരുഷന് കഴിഞ്ഞു എന്ന് വരില്ല. അഥവാ കഴിഞ്ഞാൽ തന്നെയും അവിടെ പാളിച്ചകൾ ഉണ്ടാവാം. ഒരു സ്ത്രീക്കാകട്ടെ എത്രയെത്ര വേഷങ്ങൾ ഒരേ സമയം ഭംഗിയായി ആടിത്തീർക്കാൻ കഴിയും. ഭാര്യയായി, അമ്മയായി, മകളായി, സഹോദരിയായി, ഗുരുവായി, തൻ്റെ ചുറ്റിനുമുള്ളവയ്ക്കൊക്കെ പ്രകാശം കാട്ടാൻ, പ്രകാശം കാണിച്ചു കൊടുക്കാൻ, സന്മാർഗം കാണിച്ചു കൊടുക്കാൻ ഒരു സ്ത്രീക്ക് അസാമാന്യമായ പാടവമുണ്ട്. സ്ത്രീ അബലയല്ല, സ്ത്രീ ചപലയല്ല, സ്ത്രീ ബലത്തിൻ്റെ മൂർത്തിയാണ്, സ്ത്രീ ശക്തിയാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ വിചാരിച്ചാൽ ലോകത്തെ സന്മാർഗത്തിലൂടെ നടത്താൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെ സ്ത്രീ മോശമായാലും തൻ്റെ ചുറ്റിനുമുള്ളതിനെയൊക്കെ നശിപ്പിക്കാൻ, വിഷം കലർത്താൻ, ഇവിടെ പൂതനയുടെ ആ ഒരു ലീലയെ കണക്കിലെടുത്തുകൊണ്ട് പറഞ്ഞാൽ തൻ്റെ ചുറ്റിനുമുള്ളതിലൊക്കെ വിഷം കലർത്താനും ഒരു സ്ത്രീ വിചാരിച്ചാൽ നടക്കുന്നു. അഥവാ ഈ ലോകത്തെ ദുഷിപ്പിക്കാനും സ്ത്രീ വിചാരിച്ചാൽ നടക്കും. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ലീല, ശുദ്ധീകരണ പ്രക്രിയ, ആ അധർമ്മത്തെ ഇല്ലാതാക്കാനായി അവതാരം കൊണ്ട ഭഗവാൻ തൻ്റെ ചുറ്റിനുമുള്ളതിലേക്ക് വിഷം കലർത്തുന്ന ആ സ്ത്രീഭാവത്തെ, സ്ത്രീയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് ഭഗവാന്റെ ലീലയ്ക്ക് ഭഗവാൻ തുടക്കം കുറിച്ചത്. നമുക്ക് അടുത്ത ശ്ലോകത്തിൽ അതിൻ്റെ ബാക്കി കാണാം. ആ പൂതനയുടെയും ഭഗവാന്റെ അടുത്തേക്ക് വരുന്ന പൂതനയുടെ ബാക്കി ആ ഒരു വർണ്ണനയും ആ വരവിൻ്റെ ഗാംഭീര്യവും ഒക്കെ നമുക്ക് അടുത്ത ശ്ലോകത്തിൽ കാണാം. ഹരേ കൃഷ്ണ.